hello. Welcome to a brand new episode of Happy Car. സോ ഇന്ന് ഞങ്ങളുള്ളത് ജിദ്ദയിലുള്ള VMR റെസ്റ്റോറൻറ്റിലാണ്. VMR റെസ്റ്റോറൻറ്റ് എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമായ ഒന്നാണ് അല്ലേ. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ നമുക്ക് അകത്ത് പോയി നോക്കാം. യല്ല. സ്പെഷ്യൽ സീ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും നോക്കണം. സീ ഫുഡ് പ്ലാറ്റർ, കാന്താരി പ്ലാറ്റർ വരുന്നുണ്ട്, വലക്കറി എന്നൊരു പ്ലാറ്റർ വരുന്നുണ്ട്, പിന്നെ കടൽ കൂട്ടർ പ്ലാറ്റർ വരുന്നുണ്ട്, പിന്നെ മുഷക്ലൈറ്റ് വേണ്ടിയിട്ടാണ്, പിന്നെ കാന്താരി തവ ഫ്രൈ ഉണ്ട്, ഫുൾ ഫിഷ് വരുന്നതായിട്ടാണ്, പിന്നെ ഗ്രിൽ ഫിഷ് ഉണ്ട്. ഈ ചിക്കനിൽ വേണമെങ്കിൽ നമ്മളെ പെരി പെരി ചിക്കൻ, ഹണി ചിക്കൻ, കാന്താരി ചിക്കൻ, തന്തൂരി ഉണ്ട്, ഗ്രിൽ ഐറ്റംസ് വരുന്നതായിട്ടാണ് അത് ചിക്കക്ക്. നമ്മൾ സ്പെഷ്യൽ പാൽ പൊറോട്ട വരുന്നുണ്ട്, തേങ്ങാപ്പാൽ പൊറോട്ടകൾ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടാണ്. പിന്നെ പാൽക്കപ്പ ബീഫ്, പാൽക്കപ്പ ഫിഷ്, കപ്പ ബിരിയാണി, റൈസ് ഐറ്റംസ് എന്തെങ്കിലും വേണോ? ഗീ റൈസോ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, റൈസ് ഐറ്റംസിലാണ് നമ്മളെ ഗീ റൈസ് വരുന്നുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിലെല്ലാം വരുന്നുണ്ട്, ഷെസ്വാന്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ മെയിൻ ഡിഷുകൾ വരുന്നത് ഗ്രേവി ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസ്. ചിക്കനിലാണെങ്കിൽ 65 ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ വറവല്, പിന്നെ ചിക്കൻ മപ്പാസാണ് കുറുമ ടൈപ്പ് നമ്മൾ സ്പെഷ്യൽ കറി വരുന്നുണ്ട്. പിന്നെ ചിക്കൻ ചട്ടിക്കറി ഉണ്ട്, വറുത്തത് സ്റ്റൈല്. പിന്നെ ചിക്കൻ പെർലാനാണ് സ്പെഷ്യൽ ഗ്രേവി വരുന്നുണ്ട്, സെമി ഗ്രേവി. ബെസ്റ്റ് കോമ്പിനേഷൻ എനിവൺ ക്യാൻ ഹാവ് us ബെസ്റ്റ് ഫുഡ് വിത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മളുടെ ഫ്രണ്ടായ ഹാരിസും ഫാമിലി ഉണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് BMRലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മട്ടൻ്റെ നാടൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രീം ഓഫ് ചിക്കൻ്റെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ മട്ടൻ്റെ നാടൻ സൂപ്പാണ് എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പം ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് വറുത്തരച്ച ചിക്കൻ ചട്ടിക്കറി, അതേപോലെ ഒരു സീ ഫുഡ് പ്ലേറ്റർ, പിന്നെ പാൽക്കപ്പ വിത്ത് ബീഫ്, ബീഫ് പാൽ പൊറോട്ട, പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ, അപ്പം, പൊറോട്ട, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പെരി പെരി അൽഫാം, നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇവിടുത്തെ അൽഫാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് BMRലെ അൽഫാം. നമ്മളുടെ സീ ഫുഡ് പ്ലേറ്റർ പറയുമ്പോൾ അതിനകത്ത് സ്ക്വിഡ് ഉണ്ട്, ക്രാബ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ഇതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി സ്പൈസി മസാലയാണ്. ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ഏതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ആ മസാല സ്ക്വിഡിൻ്റെ കൂടെയും പ്രോൺസിൻ്റെ കൂടെയും ഒക്കെ ഇറ്റ് വാസ് ഗോയിങ് വിത്ത് ദം. അതിനകത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഐ കനോട്ട് സേ. അതേപോലെ ഓരോ ഇവിടുത്തെ ഫുഡും എനിക്ക് എപ്പോഴും തോന്നുന്നത് നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാലിന്റെ നല്ല സമോർ ചായ.
അപ്പോൾ ഫുഡിന് ശേഷം അതാ വരുന്നു BMRലെ 2 സൂപ്പർ അവൈറ്റഡ് ഡ്രിങ്ക്സ്. അപ്പോൾ ഈ തുറക്കുന്ന ബോട്ടിലുള്ള ഡ്രിങ്കിൻ്റെ പേരാണ് കാലാപാനി. അത് നമ്മളുടെ കഴിച്ച ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആണ്. ഒരു സ്വീറ്റ് സ്പൈസി ഒരു മിക്സഡ് ടേസ്റ്റാണ്. ഒരു പ്രത്യേക അനുഭവമാണ്. ഈ മഡ്ക പോട്ട ഡ്രിങ്കിൻ്റെ പേരാണ് കലക്കാച്ചി. അപ്പോൾ അതൊരു സ്വീറ്റ് റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഒരു ഭയങ്കര റിഫ്രഷിങ്. നമ്മളൊരു എസ്പെഷ്യലി ഈ സമ്മർ ക്ലൈമറ്റിൽ നല്ല ചൂടെന്ന് വന്നിട്ട് ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗം കിട്ടിയൊരു സന്തോഷമാവും. അപ്പോ എപ്പോഴും നിങ്ങൾ രാവിലെ സ്റ്റാർട്ടിങ്? ഞങ്ങൾ രാവിലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലഞ്ചോട് കൂടിയിട്ട് ലഞ്ചോട് കൂടി 11 മണിയാകുമ്പോൾ മീൽസ്, ബിരിയാണി, പൊതി ബിരിയാണി, പൊതിച്ചോറ്, ചട്ടിച്ചോറ്, പിന്നെ പാൽ പൊറോട്ട, പാൽക്കപ്പ, കപ്പ ബിരിയാണി, ആ സാധനങ്ങളൊക്കെ ഉച്ചക്ക് തന്നെ ഉണ്ടാവും. എല്ലാം 11 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ആവും. സ്പെഷ്യൽ പൊതി ബിരിയാണി അറിയുമ്പോൾ ബിരിയാണി പറയുമ്പോൾ ദം ചിക്കൻ ബിരിയാണി, പിന്നെ അതിനകത്ത് ബീഫ് റോസ്റ്റ് ഉണ്ടാവും, ബീഫ് ഉലർത്തിയത്, ചിക്കൻ 65, പിന്നെ ബോയിൽഡ് എഗ്, ചമ്മന്തി എല്ലാം വെച്ച് പൊതിച്ചോറിന്റെ പോലെ പൊഴിഞ്ഞെടുക്കുന്നത്. പിന്നെ പൊതിച്ചോറുണ്ടാവും. പൊതിച്ചോറുണ്ടാവും, ചട്ടിച്ചോറ്, പൊതിച്ചോറ്, ചട്ടിച്ചോറ് ഞങ്ങൾ ഐറ്റംസ് ആണ്. സ്പെഷ്യൽ അതിൽ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. സ്ക്വിഡ്, പിന്നെ ഫിഷ് വറ്റിച്ചത്, ഫ്രൈ ഫിഷ്, ചിക്കൻ 65, പിന്നെ ഓംലെറ്റ്, പിന്നെ തോരന്, കൂട്ടുകറി. മെയിൻ നോൺ വെജ് മേലാണ്. മെയിൻ നോൺ വെജ് ആണ്. കാരണം അത്യാവശ്യം നല്ല വൃത്തിയാണ്. ഒരുപാട് ഒറ്റ ഐറ്റംസേ ഉള്ളൂ ചട്ടിച്ചോറ്. അതിനകത്ത് സ്പെഷ്യല് നോൺ സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല. നല്ല പക്ഷെ അതന്നെ ഫുൾ എല്ലാ ഐറ്റവും വരുന്നതാണ്. പാർസൽ കൊണ്ടുപോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുപോയ 2 ആൾക്ക് ഷെയർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഒക്കെ വേണം. പാർസൽ കൊടുക്കണ്ടേ? പാർസലുണ്ട്. അല്ല, അതിന് പറ്റിയ ഒരു ചട്ടിയാണ്. അലുമിനിയം ഫോയിലിന്റെ പിന്നെ ഈവനിങ് ആവുമ്പോ പിന്നെ ഉച്ചക്ക് മുതൽ തന്നെ നമ്മളെ ഗ്രിൽ ഫിഷ്, ഫിഷ് തവ, ഒക്കെ നമ്മളെ ഇവിടുത്തെ ആൾക്കാർ അതിനായിട്ട് വരുന്നതാണ്. ഒരുപാട് മക്കയെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ മക്കത്തുനിന്നാണ്. ഒരുപാട് മക്കയെന്ന് ഞങ്ങളൊരു 40% കസ്റ്റമർ മക്കയെന്ന് വരുന്നതാണ്. ഓക്കെ. പിന്നെ രാത്രിക്കത്തെ മറ്റേ സ്പെഷ്യൽസ് ഒക്കെ മൂപ്പര് പറഞ്ഞിരുന്നു നേരത്തെ ഓർഡർ എടുത്ത സമയത്ത്. രാത്രി ഒരുപാട് ഈ പാൽക്കപ്പ, കപ്പ ബിരിയാണി ഇതൊക്കെ കൂടുതൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പാൽക്കപ്പ നമ്മള് ജിദ്ദയിൽ പല പാൽക്കപ്പ വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടിയിരുന്നു. എന്തായാലും ഉഷാറാണ്. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. കാലാപ്പാനി, മറ്റേ ഞങ്ങൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാലാപ്പാനിന്റെ പോലെ എരിവല്ല, ഇളനീരും പിന്നെ കുറച്ച് കണ്ടന്റ് കൂട്ടിയിട്ട്. പക്ഷെ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. റിഫ്രഷിംഗ്. മറ്റേത് ദഹിക്കാനുള്ളതാണെങ്കിൽ ഒരു കാലത്ത് തന്നെ 4 ആൾക്ക് എന്തായാലും ഉഷാറാണ്. കാണാം. ഇന്ന് നമ്മള് നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, മലയാളി ഫുഡ് കഴിക്കാൻ വേണ്ടി BMRലോട്ട് വന്നതാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഇനി മറ്റൊരു വ്ളോഗുമായി ഉടൻ തന്നെ ഞങ്ങൾ വരും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇറ്റ്സ് മീ Emil, Alia and Haris and our team signing off from Happy Hive. Bye.